ഒരിക്കൽ കൂടെ ക്രിസ്മസ് നമ്മുടെ വീടുകളിലേക്ക് ഓടി അണയുകയാണല്ലോ. പല വിധത്തിൽ നമുക്കത് സന്തോഷം നൽകുന്നു. നമ്മൾ നല്ല ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നു, കാർഡുകൾ ഷെയർ ചെയ്യുന്നു, സ്റ്റാർസ് എല്ലാം തൂക്കുന്നു, വൈൻ ഉണ്ടാക്കുന്നു, എന്തെല്ലാം പരിപാടികൾ അതിനോട് ബന്ധത്തിൽ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. കേവലം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത്. ദൈവവചനം വ്യക്തമായി നമ്മൾ ചിന്തിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർവ്വ ലോകത്തിനുമുള്ള രക്ഷകനായിട്ടാണ് യേശുക്രിസ്തു കടന്നു വന്നത്. ഇമ്മാനുവേൽ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മോട് കൂടെ എന്നാണ്. യേശു ഈ ഭൂമിയിലേക്ക് മനുഷ്യ അവതാരം എടുത്ത് കടന്നു വന്നത് പാപികളും ദോഷികളുമായ നമ്മെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഓരോരുത്തരെയും ഈ ദൈവസ്നേഹത്തിലേക്ക്, ഈ നിത്യതയിലേക്ക്, മരണാനന്തര ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുവാനാണ് യേശു രക്ഷകനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ബാഹ്യമായിരിക്കുന്ന ആഘോഷങ്ങൾക്കകത്ത് അതിനെ നിർത്തിയിട്ട് യേശുവിനെ പുറത്ത് നിർത്തുന്നതല്ല യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ ആഴമേറിയ ആത്മീക അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഓരോ മനുഷ്യനും ആത്മാവിന് രക്ഷ നൽകുക, വീണ്ടെടുപ്പ് നൽകുക, മരണാനന്തരം ദൈവവുമായി എന്നും എന്നേക്കും അവസാനങ്ങളില്ലാത്ത അനന്തമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. പല നിലയിലുള്ള മാനുഷികമായ ചോദ്യങ്ങളും ആശയങ്ങളൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന് ഭവിക്കാം എന്നുള്ളത് സ്വാഭാവികമാണെങ്കിലും അതിനെല്ലാം ഉത്തരം യേശു ക്രിസ്തുവിലുണ്ട്. അതുകൊണ്ട് കേവലം ബാഹ്യമായിരിക്കുന്ന സന്തോഷങ്ങളിലൊന്നും അതിനെ തളച്ചിടാതെ ആത്മികമായിരിക്കുന്ന, ആന്തരികമായിരിക്കുന്ന ഒരു വിടുതലിന് വേണ്ടി യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിനകത്താണ് ജനിക്കുന്നത്. ജനിച്ചാൽ മാത്രം പോരാ, യേശുക്രിസ്തു രക്ഷകനായിട്ട്, വീണ്ടെടുപ്പുകാരനായിട്ട്, ആത്മമണവാളനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വളർന്നേ മതിയാകത്തുള്ളൂ. അത് ഈ ആയുസ്സിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടതായിരിക്കുന്ന ആത്മീക ശുശ്രൂഷകളാണ്. ഒരു ഉപേക്ഷയും വിചാരിക്കാതെ നാളെ ആകട്ടെ, പിന്നെ ആകട്ടെ, എനിക്ക് യേശുവിനെക്കുറിച്ച് അറിയാം എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ജീവിതാനുഭവത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവുമായുള്ള അഭേദ്യ ബന്ധത്തിൽ ജീവിക്കുവാനാണ് ഈ ക്രിസ്മസ് പിന്നെയും നമ്മുടെ മനസ്സിനെ തട്ടി ഉണർത്തുകയാണ്. അതിനെ നമ്മൾ തട്ടിക്കളയാതെ ഹൃദയത്തേരിലേറ്റിക്കൊണ്ട് യേശു എൻ്റെ രക്ഷകനാണെന്നും ആ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള തികവാർന്ന ബോധ്യത്തോടുകൂടെ സഞ്ചരിക്കുവാൻ ശിഷ്ടയായുസ് മുഴുവനും നമുക്ക് ദൈവം ധാരാളമായിരിക്കുന്ന കൃപ നൽകട്ടെ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ആഴമേറിയ ആത്മീയ അനുഭവങ്ങളുള്ളവരായി ശരിയായ ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ സമാധാനവും സന്തോഷവും രക്ഷയും ഒരിക്കൽ കൂടെ ക്രിസ്തുവിലൊരു സഹോദരൻ എന്ന നിലയിൽ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയും ഈ സന്തോഷത്തിൻ്റെ, ഈ സമാധാനത്തിൻ്റെ, രക്ഷയുടെ സന്തോഷം അന്യോന്യം നമുക്ക് കൈമാറുകയും അനേകരെ ഈ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ.